ദൈവത്തിന്റെ മഹത്വം, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 198-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കാലമെല്ലാം കഴിയുന്ന മാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാഥ ലളിത കൃപയുടെ വർഷമനുദിനമനുഭവിപ്പതിനരുളണേ. സഭയാകുമീ പുഷ്പമാം സാധുനൈതലിൽ നിന്റെ പാലനമല്ലാതെ. നാം കഴിഞ്ഞ ദിവസം ക്ലാസ് ശ്രദ്ധിച്ചത് കിരീട തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. എന്ത് ചെയ്യാനാ? ആകെ വല്ലാത്തൊരു സാഹചര്യമായി. ഏലിയാവിനറിയാം കാക്കയുടെ വരവും കിരീടോട്ടിലെ വെള്ളവും വറ്റിയതിന്റെ പ്രധാനമായ കാരണം ഒരത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം നടക്കാൻ പോവുകയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതലേ. അല്ലേ ഏലിയാവേ, നീ എഴുന്നേൽക്കുക, സാരേഫാത്തിലേക്ക് നീ പോകുക. ഒരു കാര്യം, ദുഷ്ടന്മാരായ ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. നടന്ന് സരേഫാത്തിലെ പട്ടണത്തിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ഇതാ ഒരു സ്ത്രീ ചുള്ളി വിറകുകൾ പെറുക്കുന്നു. മകനും താനും ഒരു കഷണം അപ്പമേ ഉള്ളൂ. അത് കഴിച്ചിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. മരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ദാഹവും വിശപ്പും സഹിക്കാൻ കഴിയാതെ എത്ര വലിയ ആളായിരുന്നാലും പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല വിശപ്പും ദാഹവും. താനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരൽപ്പം വെള്ളം തരണമെന്ന് പറഞ്ഞു. അത് വെള്ളമെടുക്കാൻ പോയപ്പോൾ ഈ വലിയ പ്രവാചകൻ, ഈ മഹാനായ മനുഷ്യൻ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ആ സ്ത്രീ പറഞ്ഞു, ഒരു കഷണം അപ്പവും വേറെ ഒന്നുമില്ല, ഇതുണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. പക്ഷേ അവരൊരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു ദൈവദാസനാകുന്നു, നിന്റെ ദൈവമായ യഹോവ ആണ്. കലത്തിൽ അല്പം മാവും അല്പം വെള്ളമേ ഉള്ളൂ, തുരുത്തിയിൽ അല്പം വെള്ളമേ ഉള്ളൂ. പിന്നെയും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്ന വലിയ പ്രവാചകൻ പറയുന്നൊരു കാര്യം, ഒരു കഷ്ണം അപ്പമേ അവിടെ ഉണ്ടാക്കാനുള്ളതായ മാവുള്ളൂ, ആദ്യം ഉണ്ടാക്കുന്ന ഒരപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായിരുന്നാലും ഈ സ്ത്രീക്ക് മനസ്സിലായി, ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും എന്റെ മോന് കൊടുത്തില്ലെങ്കിലും ഏലിയാവിനൊരു അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അവളുടെ തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു. അവളൊരു അപ്പം ഉണ്ടാക്കി ഏലിയാവിന് കൊണ്ട് കൊടുത്തു. കാരണം ആ കലത്തിലെ മാമ മുഴുവൻ കുഴഞ്ഞിട്ടിട്ടായിരിക്കാം അപ്പം ഉണ്ടാക്കിയത്. കല നേരെ വെച്ചു. അടുത്ത് ചെന്നപ്പോൾ ഇത് കലത്തിലിങ്ങനെ മാവ് പൊന്തി വരുന്നു, മാവ് വർദ്ധിച്ചു വരുന്നു. ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം വരുത്തും. നിന്റെ കലത്തിലെ മാവ് കുറയില്ല, നിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നു പോകുകയില്ല, നിന്റെ ഭരണിയിൽ എണ്ണ ഒരിക്കലും തീരുകയില്ല. കാരണം ദൈവത്തിന് ദാസന്മാർ കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണുള്ള ദൂതയുടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. കലത്തിൽ നിന്ന് മാവ് വാരുംതോറും കോരുംതോറും വർദ്ധിക്കുകയാണ്. അത് സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ വർദ്ധിപ്പിക്കുമ്പോൾ
ആ മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മാവും അതുപോലെ വലിയ ഒത്തിരി വ്യത്യാസമുണ്ടെന്നേ. വർദ്ധിക്കാൻ തുടങ്ങി. നാട്ടുകാർ അറിഞ്ഞു. വിധവയുടെ ഭരണിയിലെ എണ്ണയും അതുപോലെ കലത്തിലെ മാവ് വർദ്ധിച്ചു വരുന്നു. രാവിലെ നോക്കുമ്പോൾ വിധവയുടെ വീട്ടിൽ ക്യൂ നിൽക്കുകയാണ്. കാരണം എന്ത്? അല്പം മാവ് വേണം, ഒന്നുമില്ല. വിധവ വാരി കൊടുക്കുകയാണ്. വാരി വാരി കൊടുക്കുന്തോറും വർദ്ധിച്ചു വരുന്നു. ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാകും എന്നൊരു കാര്യം ഓർത്തുകൊള്ളുക. അവര് കാര്യം പറയുന്നുണ്ട്. അവളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. അവിടെ മഴയുണ്ടായി, അവിടെ ഗോതമ്പ് വളർന്നു, യവം വളർന്ന് അത് മാവായി തീരുന്നതും വരെയും ഇവിടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തുരുത്തിയിലെ വെള്ളവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബത്തിൽ വന്നിരിക്കുന്നു. രാവിലെ വിധവ നിലവിളിക്കുകയാണ്, എന്റെ മോൻ മരിച്ചേ, എന്റെ മോൻ മരിച്ചേ. പക്ഷെ അവിടെ ഒരു അഭിഷിക്തൻ ഉണ്ടായിരുന്നു, ഏലിയാവ്. ഏലിയാവ് കുഞ്ഞിനെ കോരിയെടുത്തുകൊണ്ട് നേരെ മാളിക മുറിയിൽ കൊണ്ടുപോയി. ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ട് അത്ഭുതം അവർ നിർണയിക്കുന്നത്. കരിതോട്ടിലെ വെള്ളം വറ്റിയോ, കാക്കയുടെ വരവ് നിന്നോ? നീ മനസ്സിലാക്കിക്കൊള്ളണം, നിന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ നിന്നെ സഹായിക്കുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഇന്ന് അനവധി ആളുകൾ അത്ഭുതം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്. ഒരിക്കലും മടക്കാൻ പറ്റാത്തതും നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമാണ് അത്ഭുതം, അല്ല വേറും അല്ല അത്ഭുതം. ആ കുഞ്ഞിനെ കരസ്ഥലെടുത്തു, കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി, തിരികെ മാതാവിനെ ഏൽപ്പിച്ചു. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കൊള്ളുന്നു. എന്നെ കേൾക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നഷ്ടമോ പ്രശ്നമോ പ്രതികൂലങ്ങളോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണെങ്കിലും ഏലിയാവിനെ പോറ്റിയ ദൈവം ഇത് വലിയ രണ്ടത്ഭുതം സാരഫാത്തി ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരിക്കലും തകർന്നു പോകല്ലേ, ഒരിക്കലും പുറകോട്ട് പോകല്ലേ. എന്നെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യേശു വരാറായി. നമ്മുടെ കർത്താവിന്റെ വര ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക, കൈവിട്ടു പോകല്ലേ. രണ്ടാമത് പറയുന്നത്, ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകുന്നു, നിങ്ങളും അതിന്റെ അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആകുലയായി കിടന്നാലും നാഥനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കും.